ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഞാൻ രമേഷ് നമ്പൂതിരി തൃശ്ശേരിമന. ശ്രീമദ് ഭാഗവതം ഗുരുവായൂർ ദേവസ്വം പ്രസിദ്ധീകരണം സാഹിത്യകേസരി പണ്ഡിറ്റ് പി ഗോപാലൻ നായരുടെ വ്യാഖ്യാനം ഇന്നു മുതൽ കുറേശ്ശെയായിട്ട് വായിക്കണം. അത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാം. അങ്ങനെയൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് എൻ്റെ ആഗ്രഹം അങ്ങനെയാണ്. അത് ഗുരുവായൂരപ്പൻ അതിനെ അനുവദിക്കുകയാണെങ്കിൽ, ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾക്കത് തുടർച്ചയായിട്ട് കുറേശ്ശെ സമയം ദിവസവും കേൾക്കാം. ശ്രീ ഗുരുവായൂരപ്പനെ പ്രത്യേകമായിട്ട് നമസ്കരിക്കുന്നു. ഈ മഹാത്മാവായിട്ടുള്ള സാഹിത്യകേസരി പണ്ഡിറ്റ് പി ഗോപാലൻ നായരെ പ്രത്യേകം സ്മരിക്കുന്നു. എല്ലാ ഗുരുക്കന്മാരെയും സ്മരിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗണേശായ നമ. ശ്രീ സരസ്വത്യേ നമ. ശ്രീ ഗുരുഭ്യോ നമ. ശ്രീമദ് ഭാഗവത മഹാത്മ്യം. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ഒന്നാം അധ്യായം. സച്ചിദാനന്ദരൂപായ വിശ്വൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര അജുഹാവാം പുത്രേതി തന്മയതയാത്രോഭിനിദുസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. പത്മപുരാണാന്തർഗതമായിരിക്കുന്ന 6 അധ്യായങ്ങൾ കൊണ്ട് ഭാഗവത മാഹാത്മ്യത്തെ പ്രതിപാദിക്കുന്നു. ആദ്യമായിട്ട് ഗുരുവന്ദനം ഭാഗവതാചാര്യനായ ശ്രീ ശുകമുനിയെ നമസ്കരിക്കുന്നു. പിതാവിൽ കൂടെ തൻ്റെ അച്ഛനെന്നുള്ള ഭാവമില്ലാതെ സന്യസിച്ചു പോകുന്ന യാതൊരുവനെ വേർപിരിയേണ്ടി വരുന്നതിനാലുള്ള അസഹ്യ ദുഃഖം നിമിത്തം ശ്രീ വ്യാസമുനി ഹേ പുത്ര എന്ന് പ്ലുതസ്വരത്തിൽ വിളിച്ചുവോ. അപ്രകാരം പോവാൻ കാരണമെന്തെന്നാൽ ലോകത്തിൽ അനുഭോഗ്യങ്ങളായി കാണപ്പെടുന്ന സർവവസ്തുക്കളും ക്ഷയിക്കുന്നവയാണെന്ന് ജന്മമാത്രത്താൽ അറിവാൻ തക്ക വിധം വിഷയവൈരാഗ്യം സിദ്ധിച്ചവനും അതുകൊണ്ടുതന്നെ കർമ്മത്തിന് അധികാരം സിദ്ധിക്കുന്ന ഉപനയനാദി കർമ്മങ്ങളൊന്നുമില്ലാത്തവനുമായിരുന്നു. അതുകൊണ്ട് സർവത്തിനെയും ഉപേക്ഷിച്ചു പോയി. അപ്പോൾ വ്യസനയുക്തനായ പിതാവ് ദീർഘസ്വരത്തിൽ വിളിച്ചും കൊണ്ട് പിന്തുടർന്നു. സർവാത്മഭാവം നിമിത്തം സമീപത്തുള്ള വൃക്ഷങ്ങൾ കൂടെ അപ്പോൾ പുത്ര എന്നതിനെ തന്നെ പ്രതിശബ്ദിച്ചുവോ. ഹേ വ്യാസമുനെ, അങ്ങയുടെ ഈ പുത്രൻ ബ്രഹ്മസാക്ഷാത്കാരം നിമിത്തം സർവഭൂതങ്ങളുടെയും ഹൃദയമായി ഭവിച്ചിരിക്കുന്നു. സർവാന്തര്യാമിയായ ബ്രഹ്മമായി ഭവിച്ചിരിക്കുന്നു. ഇവനിൽ പുത്രഭാവം അങ്ങയ്ക്കുണ്ടാകാതിരിക്കണമെന്നുള്ള അർത്ഥത്തെ പ്രകാശിപ്പിച്ചുവോ. ഏതൊരുവൻ്റെ മഹാത്മ്യത്താൽ വൃക്ഷങ്ങൾ കൂടെ ഈ വിധം ശബ്ദിച്ചുവോ ആ ശുകമുനിയെ ഞാൻ ശരണം പ്രാപിക്കുന്നേൻ. ബ്രഹ്മസാക്ഷാത്കാരം സിദ്ധിച്ചവരാണ് ബ്രഹ്മോപദേശം ചെയ്യുവാൻ അധികാരികൾ. അവരുടെ ഉപദേശം സിദ്ധിച്ചതുകൊണ്ടാണ് പരീക്ഷത്തിന് പരമപുരുഷാർത്ഥമായ മോക്ഷം ലഭിച്ചത്. അപ്രകാരമിരിക്കുന്ന പരമാചാര്യന്മാരെ ആരെല്ലാം ശരണം പ്രാപിക്കുന്നുവോ അവരെയെല്ലാം അനുഗ്രഹിക്കുന്നതിനുള്ള മാഹാത്മ്യം അവർക്കുള്ളതുകൊണ്ട് ഭാഗവത ശ്രവണ കീർത്തനാദികളിൽ തൽപരരായിരിക്കുന്നവർ ശ്രീ ശുകാചാര്യരെ തന്നെ കാരണഗുരുവായിട്ട് കരുതേണ്ടതാണെന്നുള്ള സാരത്തെ സൂചിപ്പിക്കുന്നു. നൈമിഷേ സൂതമാസിന്നമഭിവാദ്യമാമതിം കഥാമൃതരഥാസ്വാദകുശല ശനുഗോബ്രുവില്ലം. ഭാഗവതത്തെ പറ്റി ആർ ചോദിച്ചു, ആർ ഉത്തരം പറഞ്ഞു എന്നു കാണിപ്പാനായിട്ട് ആദ്യമായി കഥാരൂപേണ ഉദ്ഭവിച്ച രീതിയെ പറയുന്നു. നൈമിഷാരണ്യത്തിൽ ആസനത്തിന്മേലിരിക്കുന്ന മഹാബുദ്ധിശാലിയായ സൂതനെ നമസ്കരിച്ചിട്ട് ശുനകപുത്രനായതുകൊണ്ട് ശൗനകൻ എന്നു സുപ്രസിദ്ധനായ ബ്രാഹ്മണൻ ചോദിച്ചു. കഥകളിൽ നിന്നു ലഭിക്കുന്ന മാധുര്യമാകുന്ന അമൃതത്തെ ആസ്വദിക്കുന്നതിൽ ശൗനകന് പ്രത്യേകമായ ഒരു സാമർഥ്യമുണ്ട്. അതുകൊണ്ട് വേണ്ടുന്ന വിധം ചോദ്യം ചെയ്യുവാൻ സാമർഥ്യമുള്ളവനാണെന്നു സൂചിപ്പിച്ചു. ചോദ്യം വേണ്ടതുപോലെ ആയാൽ മാത്രമേ വക്താവിൻ്റെ ജ്ഞാനം മുഴുവനും പുറമെ പ്രകാശിക്കുകയുള്ളൂ. ചോദിക്കാത്തവരോട് പറയരുതെന്നാണ് മഹദഭിപ്രായം. ചോദ്യത്തിൽ നിന്നു കേൾക്കാൻ ഒരുങ്ങിയിരിക്കുന്നവരുടെ അധികാരവിശേഷം അറിയാം. അതിനെ അനുസരിച്ചു മാത്രമേ വക്താവ് പറയുകയുള്ളൂ. പറവാൻ സമർത്ഥനാണ് സൂതനെന്ന് മഹാമതി എന്ന വിശേഷണത്താൽ കാണിച്ചു. കഥാമൃതരസാസ്വാദകുശലൻ എന്ന വിശേഷണത്താൽ ശൗനകൻ കേട്ടുരസിപ്പാൻ സമർത്ഥനാണെന്നും സൂചിപ്പിച്ചു. ശൗനക ഉവാചാം
അജ്ഞാനധ്വാന്തവിധ്വംസകോടി സൂര്യസമപ്രഭാം സൂതാഖ്യാഹി കഥാസാരം മമ കർണരസായനം. ശൗനകൻ പറഞ്ഞു, അറിവില്ലായ്മയാകുന്ന അന്ധകാരത്തെ നശിപ്പിക്കുന്നതിൽ കോടി സൂര്യസദൃശിയായ പ്രഭയോടുകൂടിയ ഹേ സൂത, എൻ്റെ കർണങ്ങളെ ആനന്ദിപ്പിക്കുന്നതായ കഥാസാരത്തെ അങ്ങ് പറഞ്ഞാലും അജ്ഞാനത്താൽ മറയ്ക്കപ്പെട്ട അന്ധക്കരണവൃത്തി ആത്മാവിനെ അറിയുന്നില്ല. അന്ധകാരത്താൽ മറയ്ക്കപ്പെട്ട നേത്രം പുറമേയുള്ള പദാർത്ഥങ്ങളെ കാണാത്തതുപോലെ അതുകൊണ്ട് അജ്ഞാനത്തിന് അന്ധകാര സാദൃശ്യം കൽപ്പിച്ചു. സൂര്യപ്രഭ പുറപ്പെടുമ്പോൾ അന്ധകാരം നശിക്കുന്നതുപോലെ സൂതമുഖത്തിൽ നിന്ന് വാക്കുകൾ പുറപ്പെട്ടു തുടങ്ങുമ്പോൾ കേൾക്കുന്നവരുടെ അജ്ഞാനം നശിക്കുന്നതിനാൽ സൂതവാക്കുകൾക്ക് സൂര്യപ്രഭാ സാദൃശ്യവും കൽപ്പിച്ചു. കഥകൾ അനേകങ്ങളും വിസ്താരമേറിയതുമാകയാൽ അവയെല്ലാം കേൾപ്പാൻ ആഗ്രഹമില്ല, പറയുകയും വേണ്ട. കഥകളിൽ അടങ്ങിയിരിക്കുന്ന സാരം പറഞ്ഞാൽ മതിയെന്ന് സൂചിപ്പിക്കുവാനാണ് കഥാസാരമെന്നുപയോഗിച്ചത്. ഭക്തിജ്ഞാന വിരാഗാപ്തോ വിവേകോ വർദ്ധതേ കഥം മായാമോഹനിരാസസ്യ വൈഷ്ണവീക്രിയതേ കഥം. വീണ്ടും 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 രണ്ടു ചോദ്യം ചെയ്യുന്നു. ഭക്തിജ്ഞാന വിരാഗാണാം പ്രവാഹോ വർദ്ധതേ കഥം എന്ന പാഠം സ്വീകരിക്കുന്നതായാൽ സാരത്തിനു കുറെ ചമൽക്കാരം കൂടും. ഈശ്വരനിൽ പരമപ്രേമലക്ഷണയായ ഭക്തിയും തന്നിമിത്തമുണ്ടാകുന്ന ആത്മസ്വരൂപജ്ഞാനവും തന്നിമിത്തമുണ്ടാകുന്ന വിഷയവൈരാഗ്യവും അഭിവൃദ്ധിപ്പെട്ടു വരുവാനുള്ള മാർഗമെന്താകുന്നു? മായ നിമിത്തമുണ്ടാകുന്ന അവിവേകത്തെ വൈഷ്ണവന്മാർ ഏതു വിധമാണ് നശിപ്പിക്കുന്നത്? സകലവിധ സമാചാരങ്ങളെയും വിഷ്ണുപ്രീതിക്കായിക്കൊണ്ട് സമർപ്പിക്കുന്നവരെ വൈഷ്ണവന്മാരെന്ന് പറയുന്നു. വിഷ്ണു അർപ്പിതാഖിലാചാരാസ്തേഹി വൈ വൈഷ്ണവാസ്മൃതാം എന്നാണ് സ്മൃതിയിൽ കാണുന്ന വൈഷ്ണവ ലക്ഷണം. കാ ഭക്തിർവാസ്തവ വിജ്ഞാനം വാസ്തവം കിം വിരാഗകം. ഭക്തി എന്നാൽ എന്താകുന്നു? വാസ്തവത്തെ സംബന്ധിച്ചിരിക്കുന്ന അറിവ് തന്നെ ഭക്തി. വാസ്തവം എന്താകുന്നു? വിഷയാസക്തിയെ നശിപ്പിക്കുന്നതായ പരമാർത്ഥ വസ്തു യാതൊന്നാണോ അതുതന്നെ വാസ്തവം എന്നാണ് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെക്കുറിച്ച് ലക്ഷണം പറഞ്ഞിരിക്കുന്നത്. ഇതിനാൽ സിദ്ധിക്കുന്നത് എന്തെന്നാൽ ഭക്തി, ജ്ഞാനം, വൈരാഗ്യം എന്നിവ പ്രബലപ്പെട്ടു വരുവാനുള്ള മാർഗം അടങ്ങിയിരിക്കുന്നതായ കഥാസാരം എന്താകുന്നുവെന്നാണ് രണ്ടാമത്തെ ചോദ്യം. മായാമോഹത്തെ നീക്കുവാനുപകരിക്കുന്ന മാർഗമേതൊന്നാണെന്ന് മൂന്നാമത്തെ ചോദ്യം. ഇഹ ഘോരേ കലോ പ്രാപ്തേ ജീവശ്ചാസുരിതാം ഗതാം ക്ലേശാക്രാന്തസതസീവാശോധനേ കിം പരായണം. ഈ ഭാരതഖണ്ഡത്തിൽ ഭയങ്കരമായ കലിയുഗം ആരംഭിച്ചിരിക്കയാൽ ജീവൻ അസുരഭാവത്തെ പ്രാപിച്ചിരിക്കുന്നു. അതിനാൽ ബഹുവിധ കർമ്മങ്ങളെ ചെയ്യുന്നു. തന്നിമിത്തം ബാധിക്കുന്ന നാനാവിധങ്ങളായ ക്ലേശങ്ങളാൽ പീഡിക്കപ്പെട്ടിരിക്കുന്ന ജീവനെ അതിൽ നിന്ന് വിമോചിപ്പിക്കുവാനുപകരിക്കുന്ന ഉത്തമോപായം എന്താകുന്നുവെന്ന നാലാമത്തെ ചോദ്യം. കലിയുഗം എങ്ങും ഒരുപോലെ ബാധിക്കുന്ന ഒന്നാണ്. എങ്കിലും ഭാരത നിവാസികൾ അതിൻ്റെ വിശേഷ ലക്ഷണം തിരിച്ചറിയുന്നവരാണെന്ന് സാരം. പ്രാപ്തേ എന്നതിനു പകരം പ്രായോ എന്നൊരു പാഠഭേദം കാണുന്നുണ്ട്. അപ്പോൾ കലിയുഗത്തിൽ പ്രായേണ ജീവൻ അസുരഭാവത്തെ പ്രാപിച്ചിരിക്കുന്നു എന്ന് വരും. ശ്രേയസാം യൽഭവശ്രേയാ പാവനാനാം ച പാവനം കൃഷ്ണപ്രാപ്തികരം ശശ്വൽ സാധനം തദ്വധാധുനാം. കല്യാണങ്ങളുടെ മധ്യത്തിൽ പരമകല്യാണം ഏതാകുന്നു? അഞ്ചാമത്തെ ചോദ്യം. ശുദ്ധിയെ ജനിപ്പിക്കുന്ന സാധനങ്ങളിൽ വെച്ച് പരമ പരിശുദ്ധി സാധനം ഏതാകുന്നു? ആറാമത്തെ ചോദ്യം. ശ്രീകൃഷ്ണപ്രാപ്തിയെ സാധിപ്പിക്കുന്നതായ സാധനം ഏതാകുന്നു? ഏഴാമത്തെ ചോദ്യം. ഈ സംഗതികളെ തുടർച്ചയായും ഇടവിടാതെയും അങ്ങ് പറഞ്ഞാലും. ചിന്താമണിർലോകസുഖം സുരദ്രു സ്വർഗസമ്പദം പ്രയച്ഛതി ഗുരു പ്രീതോ വൈകുണ്ഠം യോഗി ദുർലഭം. നാപൃഷ്ടകസ്യൽ ബ്രൂയാൽ ന ചാന്യായേന പൃച്ഛത. ചോദിക്കാത്തവനോടും അന്യായമായി ചോദിക്കുന്നവരോടും ഉത്തരം പറയരുത് എന്നുള്ള ന്യായപ്രകാരം സൂതൻ ഉത്തരം പറയാതിരിക്കരുത് എന്നുള്ള ശ്രദ്ധയെയും സൂതൻ്റെ ജ്ഞാനനിലയെയും പറവാനുള്ള സാമർഥ്യത്തെയും തനിക്ക് സൂതനിലുള്ള ആദരാതിശയത്തെയും പ്രകാശിപ്പിച്ചും കൊണ്ട് ഉത്തരം പറയുവാൻ ഉത്സാഹിപ്പിക്കുന്നു. ചിന്താമണി എന്ന രത്നവിശേഷം ലോകസുഖസാധനമായിരിക്കുന്ന ധനാദികളെയും കൽപ്പവൃക്ഷം സ്വർഗസമ്പത്തിനെയും നൽകും. പ്രസന്നമായ ശ്രീ ഗുരുവാകട്ടെ ഉപദേശ വൈഭവത്താൽ യോഗികൾക്കുകൂടെ ദുർലഭമായിരിക്കുന്ന വൈകുണ്ഠത്തെ നൽകും. യസ്യ കാന്തിലവസ്പൃഷ്ടം കാംസ്യം താമ്രമയസ്ത്രഭോ
പാഷാണാധികമന്യദ്വാ സർവം ഭവതി കാഞ്ചനം ചിന്താമണി സവിജ്ഞേയോ മുനിഭിः സിദ്ധിസാധനാം എന്ന പദ്യങ്ങളാൽ ബ്രഹ്മോത്തരഖണ്ഡത്തിൽ ചിന്താമണിയുടെ വൈഭവത്തെ പ്രതിപാദിച്ചിരിക്കുന്നു. ഏതൊരു രത്നത്തിൻ്റെ പ്രകാശലേശാംശം പിച്ചള, ചെമ്പ്, ഇരുമ്പ്, ഈയം എന്നുവേണ്ട ശിലാദികളായ ഏതെങ്കിലും ഒന്നിൽ സ്പർശിച്ചാൽ ആ വസ്തുക്കൾ തൽക്ഷണം സ്വർണമായി ഭവിക്കുമോ? ആ രത്നത്തിന് ചിന്താമണി എന്നു പേര്. ഭാഷയിൽ അതിന് പാരസ്യം എന്നു പേരുണ്ട്. ചിന്താമണിയാദികൾ ലോകസുഖപ്രദായകങ്ങളാകയാൽ ആത്യന്തിക ദുഃഖനിവൃത്തിയെ സാധിപ്പിക്കുകയില്ല. ശ്രീ ഗുരുവിനു മാത്രമേ സർവദുഃഖനിവൃത്തിയെയും ആനന്ദപ്രാപ്തിയെയും സാധിപ്പിക്കുന്നതായ പരമപുരുഷാർത്ഥ രൂപ മോക്ഷത്തെ നൽകുവാൻ ശക്തിയുള്ളൂ. ഞാൻ അങ്ങയെ ഗുരുവായി വരിച്ചിരിക്കുന്നു. ശിഷ്യനായ എന്നോട് ഉത്തരമരുൾ ചെയ്ത് അനുഗ്രഹിക്കണമെന്ന് സാരം. സൂത ഉവാച പ്രീതി ശൗനകചിത്തേതേ യതോ വച്മിജാജാം സർവസിദ്ധാന്ത നിഷ്പന്നം സംസാരഭയനാശനം. സൂതൻ പറഞ്ഞു, ഹേ ശൗനക, അങ്ങയുടെ മനസ്സിൽ കഥാശ്രമത്തിൽ സന്തോഷമുള്ളതുകൊണ്ട് സർവസിദ്ധാന്തങ്ങളുടെ സാരമായിരിക്കുന്നതും ജീവന്റെ ജനന മരണക്ലേശങ്ങളെ നിശേഷം നശിപ്പിക്കുന്നതുമായതിനെ വിചാരം ചെയ്ത് സമുദ്ധരിച്ച് ഞാൻ പറയാം. യഥോ എന്നതിനു പകരം ഹൃദോ എന്നു പാഠഭേദം കാണുന്നുണ്ട്. അപ്പോൾ പ്രീതി യഥ എന്നന്വയിക്കും. സംസാരഭയനാശനം എന്ന പദത്തിന് ലോകത്തിൽ ശത്രുക്കൾ, രാജാക്കന്മാർ, ഭൂത പ്രേത പിശാചാദികൾ, രോഗാദികൾ മുതലായവ നിമിത്തം യാതൊരു ഭയമോ അതിനെ നശിപ്പിക്കുന്നതെന്നു സഗുണോപാസകന്മാരും ജീവനു ജനന മരണക്ലേശങ്ങൾക്കു കാരണമായിരിക്കുന്ന മൂലാജ്ഞാനം യാതൊന്നാണോ അതിൽ നിന്നുള്ള ഭയത്തെ ജയിക്കുന്നതെന്ന് നിർഗുണോപാസകന്മാരും അർത്ഥം നിശ്ചയിക്കും. ആ രണ്ടു വിധമായ ഭയത്തെയും നശിപ്പിക്കുന്നതായ പരമോപായം യാതൊന്നോ ആ രഹസ്യാർത്ഥത്തെ പറയാമെന്ന് സൂതൻ്റെ പ്രതിജ്ഞ. അങ്ങയുടെ എല്ലാ ചോദ്യത്തിനും ഉത്തരമായിരിക്കുന്നതും സർവസിദ്ധിയെ നൽകുന്നതും പരമോത്കൃഷ്ടവുമായ സാധനം യാതൊന്നോ അതിനെ പറയാമെന്ന് സാരം. ഭക്തിയോഗവർദ്ധനം യച്ചാ കൃഷ്ണസന്തോഷഹേതുകം തദഹം ദേഭിതാസ്യാമി സാവധാനതയാ ശൃണു. ഭക്തിയെ നിരന്തരം വർദ്ധിപ്പിക്കുന്നതും ശ്രീകൃഷ്ണപ്രീതിയെ ജനിപ്പിക്കുന്നതുമായ തത്വം യാതൊന്നോ അതിനെ ഞാൻ അങ്ങയോട് പറയാം, മനസ്സിരുത്തി കേൾക്കുക. കാലവ്യാളമുഖഗ്രാസത്രാസ നിർനാശഹേതവേ ശ്രീമൽ ഭാഗവതം ശാസ്ത്രം കലോകീരേണ ഭാഷിതം. മേൽപ്പറഞ്ഞ ഗുണയുക്തമായ തത്വമേതെന്നാൽ ശ്രീമൽ ഭാഗവത ശാസ്ത്രം തന്നെ. സർവദോഷങ്ങളെ നശിപ്പിക്കുകയും സർവസിദ്ധികളെ സാധിപ്പിക്കുകയും ചെയ്യുവാൻ സമർത്ഥമായ തത്വശാസ്ത്രമാകുന്നു ശ്രീമൽ ഭാഗവതം. ഇതിനെ എന്തിനു വേണ്ടി പറഞ്ഞിരിക്കുന്നുവെന്നാൽ കലിയുഗത്തിലുള്ള ജനങ്ങൾക്ക് കാലസ്വരൂപമായ സർപ്പത്തിൻ്റെ മുഖാന്തർഭാഗത്തിൽ പ്രവേശിക്കേണ്ടി വരുന്നതിനാലുണ്ടാകുന്ന ദുഃഖത്തെ നിശ്ചയമായും നശിപ്പിച്ച് അമൃതത്വത്തെ പ്രദാനം ചെയ്യാൻ വേണ്ടി ശ്രീ ശുഗമുനിയാൽ കീർത്തിക്കപ്പെട്ട സർവ വേദാന്ത സാരസിദ്ധാന്തമാകുന്നു ആ ശ്രീമൽ ഭാഗവതം. ഏതസ്മാദപരം കിഞ്ചിന്മനഃശുദ്ധ്യേന വിദ്യതേ ജന്മാന്തരേ ഭവൽ പുണ്യം തഥാ ഭാഗവതം ലഭേൽ. മനസ്സിനെ പരിശുദ്ധമാക്കുവാൻ ശ്രീമൽ ഭാഗവത ശാസ്ത്രത്തെക്കാൾ ഉത്കൃഷ്ടമായ അന്യോപായം യാതൊന്നുമില്ല. പൂർവജന്മത്തിൽ പുണ്യം സമ്പാദിച്ചവർക്ക് മാത്രമേ ഭാഗവത കീർത്തന ശ്രവണാധികാരം ലഭിക്കുകയുള്ളൂ. ജന്മാന്തരേ കൃതം പുണ്യം എന്ന പാഠമാണ് അധികം നല്ലതെന്ന് ചില ആചാര്യന്മാർക്ക് അഭിപ്രായമുണ്ട്. പരീക്ഷിതേ കഥാം വക്തും സഭായാം സംസ്ഥിതേ ശുകേ സുധാകുംഭം ഗൃഹീത്വാ ദേവാസ്തത്ര സമാഗമൻ. ശ്രീമൽ ഭാഗവതത്തെക്കാൾ ഹൃദയശുദ്ധികരമായ സാധനം മറ്റൊന്നില്ലെന്ന് മുമ്പ് പറഞ്ഞതിനെ ഉറപ്പിക്കുന്നതായ ഒരു സംഗതി പറയുന്നു. പരീക്ഷത്തിന് ഭാഗവതം ഉപദേശിപ്പാൻ ഗംഗാതീരത്തിൽ മുനിമാരുടെ സദസ്സിൽ ഉന്നതാസനത്തിൽ ശ്രീശുകമുനി ഇരുന്നപ്പോൾ ദേവന്മാർ അമൃതകലശവും വഹിച്ചുകൊണ്ടവിടെ ആ സഭയിൽ പ്രവേശിച്ചു. ശുകം നത്വാവതൻ സർവേ സ്വകാര്യകുശലാസുരാ കഥാസുധാം പ്രയച്ഛസ്വ ഗൃഹീത്വ സുധാമിമാം. ലാഭായ വ്യവഹ്രിയത്തെ, ലാഭത്തിനു വേണ്ടിയിട്ടാണ് വ്യവഹാരം എന്ന നീതിയെ അവലംബിച്ചിട്ട് ദേവന്മാർ പറയുന്നു. സ്വന്തം കാര്യം നേടുവാൻ സമർത്ഥന്മാരായ ദേവന്മാർ എല്ലാവരും അവിടെ ഇരിക്കുന്ന ശുകദേവനെ നമസ്കരിച്ച ശേഷം ഈ കലശത്തിലിരിക്കുന്ന അമൃതത്തെ അങ്ങ് സ്വീകരിച്ചു കൊള്ളുക. അങ്ങ് പറവാൻ ഭാവിക്കുന്ന കഥയാകുന്ന അമൃതത്തെ ഞങ്ങൾക്ക് നൽകുക എന്ന് ഐകകണ്ഠ്യേന പറഞ്ഞു. ഏവം വിനിമയേ ജാതേ സുധാരാജ്ഞാ പ്രപീയതാം പ്രഭാസ്യാമോ വയം സർവേ ശ്രീമൽ ഭാഗവതാമൃതം. കലശസ്ഥിതമായ അമൃതം കൊണ്ടുള്ള പ്രയോജനത്തെ ദേവന്മാർ ദേവരോട് പറയുന്നു.
ഇപ്രകാരം നമ്മളുടെ സാധനങ്ങളെ അന്യോന്യം മാറ്റം ചെയ്തു കഴിഞ്ഞാൽ രാജാവ് കലശത്തിലിരിക്കുന്ന അമൃതത്തെ പാനം ചെയ്തു കൊള്ളട്ടെ, എന്നാൽ വിഷഭീതിയിൽ നിന്ന് നിർമുക്തനായി ചിരഞ്ജീവിയായിരിക്കും. ശ്രീമൽ ഭാഗവത കഥാമൃതത്തെ ഞങ്ങളും പാനം ചെയ്തു കൊള്ളാം. ക്വ സുധാ ക്വ കഥാലോകേ ക്വ കാജക്വമനിർമഹാൻ ബ്രഹ്മരാധോ വിചാര്യേരി തഥാ ദേവാഞ്ജഹാസഹാം. ദേവന്മാരുടെ പാനീയമായ അമൃതം എവിടെ? ഭാഗവത കഥാമൃതം എവിടെ? ലോകത്തിൽ ഒരു കുരുട്ടുകല്ല് എവിടെ? ഏറ്റവും പ്രകാശമുള്ള മഹാരത്നം എവിടെ? രണ്ടിനും തമ്മിൽ എത്രയോ അന്തരമുള്ളതുപോലെ ദേവാമൃതത്തിനും കഥാമൃതത്തിനും തമ്മിൽ മഹദന്തരമുണ്ട്. ദേവാമൃതപാനം ചെയ്യുന്നവർ പുണ്യം ക്ഷയിക്കുമ്പോൾ രണ്ടാമതും മനുഷ്യലോകത്തിൽ ജനനമരണത്തിലകപ്പെടണം. ഹരികഥാമൃതപാനം ചെയ്യുന്നവരാകട്ടെ പുനർജന്മരഹിതമായ മോക്ഷപദവിയെ പ്രാപിക്കും. ഈ ദേവന്മാർ ശുകദേവനെ വഞ്ചിപ്പാൻ വിചാരിച്ച് വന്നിരിക്കുന്നുവെന്നിങ്ങനെ ആലോചിച്ച് സഭയിൽ നിൽക്കുന്ന ദേവന്മാരെ സ്പഷ്ടമായി പരിഹസിച്ചു. ബാലന്മാരെ വഞ്ചിച്ചു പണം അപഹരിക്കാൻ പരിശ്രമിക്കുന്ന ധൂർത്തന്മാരെന്ന പോലെ എന്നെ വഞ്ചിപ്പാനായിട്ടവർ പരിശ്രമിക്കുമെന്ന് ശുകമുനി വിചാരിച്ചുവെന്നു സാരം. അഭക്താം സാംശവിജ്ഞായാനദോ സകഥാമൃതം ശ്രീമദ്ഭാഗവതീ വാർത്താസുരാണാമപി ദുർലഭാം. സുധാപാനം അപ്സര സ്ത്രീ സംഭോഗം മുതലായ വിഷയങ്ങളുടെ ഉപഭോഗത്താൽ ഉന്മത്തന്മാരായിരിക്കുന്ന ഈ ദേവന്മാർ ഭക്തിയുള്ളവരല്ലെന്നറിഞ്ഞ സുഖദേവൻ ദേവന്മാർക്ക് കഥാമൃതത്തെ നൽകിയില്ല. ശ്രീമൽ ഭാഗവതത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന കഥാമൃതം ദേവന്മാർക്കും കൂടെ ലഭിക്കാൻ പ്രയാസമായിരിക്കെ മനുഷ്യർക്ക് കിട്ടുന്നത് അലഭ്യലാഭമാണെന്നു പിന്നെ പറയണോ? രാജ്ഞോ മോക്ഷം തഥാവീക്ഷ്യ പുരാധാതാവിസ്മിതാം സത്യലോകേ തുലാം ബദ്ധ്വാ തോലിയൽ സാധനാന്യജാം. വിദ്യുച്ചോരാഗ്നിശസ്ത്രാഹി ഗജസിംഹാദിഭിത്തത്തിതാം വിഷാദിഭേദബോധേർദോന ലഭതേ ഗതിം. ലഘൂന്യന്യാനി യാനാനി ഗൗരവേണ ഇദം മഹൽ തദാർഷിണാ സർവേ വിസ്മയം പരമം യയോ. 6 ശാസ്ത്രങ്ങളും അവയുടെ അംഗങ്ങളും ന്യൂനങ്ങളായിട്ടും ഗൗരവാധിക്യത്താൽ ശ്രീമൽ ഭാഗവത ശാസ്ത്രം മഹത്തായിട്ടും കാണപ്പെട്ടു. അപ്പോൾ സത്യലോകത്തിലുള്ള ഋഷികൾക്കെല്ലാം ആശ്ചര്യം തോന്നി. മേനിരേ ഭഗവദ്രൂപം ശാസ്ത്രം ഭാഗവതം ക്ഷിതോ പഠനാത് ശ്രവണാൽ സദ്യോ വൈകുണ്ഠഫലദായകം. ഭാഗവതശാസ്ത്രം ഭൂമിയിൽ കാണപ്പെടുന്ന ഭഗവദ്രൂപമാണെന്ന് മുനിമാർ നിശ്ചയിച്ചു. അതിനെ പഠിക്കുകയോ ശ്രവിക്കുകയോ ചെയ്യുന്നതുകൊണ്ട് ആ ജന്മത്തിൽ തന്നെ വൈകുണ്ഠപ്രാപ്തി ഉണ്ടാകുമെന്ന് കണ്ടു. ഭാഗവതത്തിലെ 12 സ്കന്ധങ്ങളെ ഭഗവാന്റെ ഓരോ അംഗങ്ങളായിട്ടും പൂർണ്ണമായ ഭാഗവതം ഭഗവാന്റെ പരിപൂർണ സ്വരൂപമായിട്ടും പുരാണാചാര്യന്മാർ സങ്കല്പിച്ചിരിക്കുന്നു. പാദോതു പ്രഥമസ്കന്ധോ ദ്വിതീയോ ജാനുനി സ്മൃത തൃതീയ ചതുർത്ഥ കടിരുച്യതേ ആഭിന്ദു പഞ്ചമം വിദ്യാ ഹൃദയം ഷഷ്ട ഇരിത സപ്തമസ്തു ഉരപ്രോക്തമഷ്ടമ കണ്ഠ ഉച്യതേ സ്കന്ധോതു നമസ്കന്ധോ ദശമോ മുഖമീരിതം കർണാക്ഷി നാസികായുക്തം സർവാർത്ഥ പരിപൂരിതം ഏകാദശസ്തുത്തമാംഗം ദ്വാദശോ ബ്രഹ്മരന്ധ്രകം എവം ഭാഗവതം ശാസ്ത്രം വിഷ്ണുമൂർത്തിം പ്രകീർത്തിതം. പ്രഥമസ്കന്ധം ഭഗവാന്റെ പാദപത്മങ്ങൾ, ദ്വിതീയസ്കന്ധം മുട്ടുകാലുകൾ, തൃതീയസ്കന്ധം തുടകൾ, ചതുർത്ഥസ്കന്ധം കടിപ്രദേശം ഇടുപ്പ്, പഞ്ചമസ്കന്ധം നാഭീദേശം, ഷഷ്ഠസ്കന്ധം ഹൃദയം, സപ്തമസ്കന്ധം മാറിടം, അഷ്ടമസ്കന്ധം കണ്ഠം, നവമസ്കന്ധം തോളുകൾ, ദശമസ്കന്ധം മുഖം, അതിൽ നേത്രങ്ങൾ, ശ്രോത്രങ്ങൾ, നാസിക എന്നീ ജ്ഞാനേന്ദ്രിയങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഏകാദശസ്കന്ധം ഉത്തമാംഗമായ ശിരസ്, ദ്വാദശസ്കന്ധം ശിരസിൽ പ്രത്യേകം ബ്രഹ്മസ്ഫൂർത്തിസ്ഥാനമായ ബ്രഹ്മരന്ധ്രം. ഇങ്ങനെ 12 സ്കന്ധങ്ങൾ അടങ്ങിയ ഭാഗവതം ഭഗവാന്റെ പരിപൂർണ സ്വരൂപമെന്നാണ് പുരാണാചാര്യന്മാർ നിശ്ചയിച്ചിരിക്കുന്നത്. സപ്താഹശ്രവണൈനൈവാ സർവധാ മുക്തിദായകം സനകാദ്യൈ പുരാ പ്രോക്തം നാരദായ ദയാപരേ. കൃപാലുക്കളായ സനകാദി മുനിമാർ സപ്താഹശ്രവണം കൊണ്ട് തന്നെ ഏതവസ്ഥയിൽ ക്ലേശിക്കുന്ന ജീവനും മോക്ഷം സിദ്ധിക്കുമെന്ന് പണ്ട് നാരദമുനിയോട് ഉപദേശിച്ചിരിക്കുന്നു. യദ്യപി ബ്രഹ്മസംബന്ധാശ്രുതമേതൽ സുരക്ഷിണ സപ്താഹശ്രവണവിധി കുമാരേസ്തസ്യ ഭാഷിതാം. ദേവർഷിയായ നാരദമുനി പിതാവായ ബ്രഹ്മാവിൽ നിന്ന് ആദ്യം ശ്രീ മഹാഭാഗവതം ശ്രവിച്ചിരിക്കുന്നുവെങ്കിലും സപ്താഹശ്രവണ സമ്പ്രദായവും തൽഫലവും സനകാദി മുനിമാരാണ് ദേവർഷിക്ക് ഉപദേശിച്ചത്. ശൗനക ഉവാച
ലോകവിഗ്രഹയുക്തസ്യ നാരദസ്യാസ്ഥിരസ്യജാം ഇതി ശ്രവേകുതപ്രീതി സംയോഗ കുത്രതൈ സഹാ. ശൗനകൻ പറഞ്ഞു, നാരദ സനകാദി സംവാദം അസംഭാവ്യമെന്ന് വിചാരിച്ച ശൗനകൻ അതിൻ്റെ സൂക്ഷ്മസ്ഥിതി അറിയുവാൻ വേണ്ടി സൂതനോട് ചോദിക്കുന്നു. ജനങ്ങളെ തമ്മിൽ കലഹിപ്പിച്ച് അവർക്കുള്ള ദോഷങ്ങളെ തീർത്ത് അനുഗ്രഹിപ്പാനായി ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്ന ശ്രീ നാരദമുനി ഒരു ദിക്കിൽ സ്ഥിരമായിരിക്കാതെ 4 ദിക്കിലും ചുറ്റിത്തിരിയുന്നതിലല്ലയോ സന്തോഷിക്കാറുള്ളത്? അങ്ങനെയിരിക്കെ 7 ദിവസം ഒരു ദിക്കിൽ തന്നെ സ്ഥിരമായിരുന്നു കേൾക്കുന്നതിൽ സന്തോഷം എങ്ങനെയുണ്ടായി? ഏതു ദിക്കിൽ വെച്ചാണ് സനകാദികളുടെ ചേർച്ച ശ്രീ നാരദർക്ക് ലഭിച്ചത്? യുക്തസ്യ എന്നതിന് പകരം മുക്തസ്യ എന്നൊരു പാഠഭേദമുണ്ട്. സൂത ഉവാചാം അത്രതേ കഥയിഷ്യാമി ഭക്തിപുഷ്ടകഥാനകം സുഖേന മമയൽ പ്രോക്തം രഹസ്യം വിചാര്യജ. സൂതൻ പറഞ്ഞു, നാരദ സനകാദി സംവാദ സംഗതിയെ വെളിപ്പെടുത്തുവാൻ ശ്രീശുഖമുനി എന്നോട് ഉപദേശിച്ച ആഖ്യാനത്തെ ഞാൻ അങ്ങയോട് പറയാം. ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതിന് കാരണമായിരിക്കുന്ന ഈ കഥ ഞാൻ ഏകാന്തഭക്തനായ ശിഷ്യനാണെന്നുള്ള കാരുണ്യ നിമിത്തം ശുഖമുനി എന്നെ കേൾപ്പിച്ചതാകുന്നു. ഏകജാതു വിശാലായാം ചത്വാരർഷ്യോമലാം സൽസംഗാർത്ഥം സമായാതാ ദദശുസ്തത്ര നാരദം. ഒരു കാലത്തിൽ വിശാല എന്നു പേരായ പുരിയുടെ സമീപത്തിലുള്ള ബദരിയാശ്രമത്തിൽ സാധുജനങ്ങളോട് ചേർന്ന് സന്തോഷിപ്പാനായിട്ട് സനകാദികളായ 4 ഋഷികളും വന്നു ചേർന്നു. അവിടെ ശ്രീ നാരദമുനിയെ അവർ കണ്ടു. കുമാരൗജും കഥം ബ്രഹ്മൻ ദീനമുഖാകുതശ്ചിന്താപുരോ ഭവാൻ ത്വരിതം ഗമ്യതേ കുത്ര കുതശ്ചാഗമനം തവാം. സനകാദികൾ നാരദരോട് ചോദിച്ചു, ഹേ ബ്രഹ്മൻ, എന്താ അങ്ങയുടെ മുഖം വാടിയിരിക്കുന്നത്? എന്തൊരു വിചാരത്താലാണ് ദുഃഖിക്കുന്നത്? ഏതു ദിക്കിലേക്കാണ് അങ്ങിത്ര വേഗത്തിൽ സഞ്ചരിക്കുന്നത്? ഏതു ദിക്കിൽ നിന്നാണ് ഇവിടെ വന്നെത്തിയത്? ഇതാനീം ശൂന്യചിത്തോസി ഗതവിത്തോ യഥാജിനാം തവേദം മുക്തസംഗസ്യാനോചിതം വദകാരണം. ധനഹീന ശ്വസന്മൃത എന്ന ന്യായപ്രകാരം സകല മുതലും നശിപ്പിച്ചിരിക്കുന്ന മനുഷ്യൻ എന്ന പോലെ ഇപ്പോൾ അങ്ങയുടെ ചിത്തം ശൂന്യമായിരിക്കുന്നുവല്ലോ. ഗൃഹജനധനാദികളിലുള്ള ആസക്തിയെ വെടിഞ്ഞിരിക്കുന്ന അങ്ങയിൽ കാണപ്പെടുന്ന ഈ അവസ്ഥ യോഗ്യയായിരിക്കുന്നില്ല. അനുചിത ഭാവം ഉത്ഭവിപ്പാനുണ്ടായ കാരണമെന്തെന്ന് പറഞ്ഞാലും. നാരദ ഉവാചാം അഹം തു പൃഥിവീം യാതോ ജ്ഞാതോ സർവോത്തമാമിതിം പുഷ്കരം ച പ്രയാഗം ച കാശീം ഗോദാവരീം ദദാം ഹരിക്ഷേത്രം കുരുക്ഷേത്രം ശ്രീരംഗം സേതുബന്ധനം ഏവമാദിഷു തീർത്ഥേഷു ഭ്രമമാണിതസ്തദാം ജ്ഞാപശ്യം കുത്രചിത് ശർമാ മനസ്സന്തോഷകാരകം കലിനാഥം മിത്രേണാധരേയം ബാധിതാധുനാ. നാരദർ പറഞ്ഞു, ഭൂലോകം മറ്റുള്ള ലോകങ്ങളിൽ വെച്ച് ഉത്തമലോകം എന്നുള്ള വിചാരത്തോടുകൂടെ ഞാൻ ഭൂമിയിൽ പ്രവേശിച്ചു. പുഷ്കരം, പ്രയാഗം, കാശി, ഗോദാവരി, ഹരിക്ഷേത്രം, കുരുക്ഷേത്രം, ശ്രീരംഗം, രാമസേതു മുതലായ തീർത്ഥസ്ഥലങ്ങളിൽ പലയിടത്തും സഞ്ചരിച്ചു. ഒരിടത്തും മനസ്സന്തോഷകാരണമായിരിക്കുന്ന സുഖമുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അധർമ്മത്തിൻ്റെ ബന്ധുവായ കലിയുഗം ഇപ്പോൾ ഭൂമിയെ ബാധിച്ചിരിക്കുന്നു. സത്യം നാസ്തി തവ ശൗചം ദയാദാനം ന വിദ്യത്തെ ഉദരം ഭരിണാ ജീവാ വരാഗാകൂടഭാഷിണ മന്ദാസു മന്ദമതയോ മന്ദഭാഗ്യാ ഭദ്രതാം ഭാഗണ്ഡനിരാസന്തോ വിരക്താ സപരിഗ്രഹാം തരുണീ പ്രഭുതാഗേഹേ ശാലകോ ബുദ്ധിദായകാ കന്യായാ വിക്രയോ ലോഭാൽ ദമ്പതീനാം ച കൽക്കനം ആശ്രമായവനേരുദ്ധാസ്തീർത്ഥാനി സരിതസ്തദാ ദേവതായതനാന്യത്ര ദുഷ്ടൈർനഷ്ടാനി ഭൂരിശാം യോഗീനൈവ സിദ്ധോവാനജ്ഞാനീ സൽക്രിയോ നരാ കലിദാവാനലേനാദ്യാ സാധനം വസുമതാംഗതം അട്ടശൂലാജനപദാ ശിവശൂലാദ്യജാതയാം കാമിന്യകേശശൂലിന്യാ സംഭവന്തി കലാവിഹാം. കലിപ്രവേശം നിമിത്തം ഭൂലോകത്തിൽ കാണപ്പെടുന്ന ദോഷങ്ങളെ ശ്രീ നാരദമുനി സനൽകുമാരാദികളോട് വിസ്തരിച്ചു പറയുന്നു. സത്യം, തപസ്, ശൗചം, ദയ, ദാനം എന്നിവ ജനങ്ങളുടെ സമുദായത്തിൽ കാണപ്പെടുന്നില്ല. ജനങ്ങൾക്ക് വയർ നിറയ്ക്കണമെന്നുള്ള താല്പര്യമേ ഉള്ളൂ. നിസ്സാര വിഷയത്തെ ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി കളവ് പറയുന്നവരുമായിരിക്കുന്നു. ഉത്സാഹഹീനന്മാരും ആചാര്യശൂന്യന്മാരുമായിരിക്കുന്നു. അശക്തന്മാരെ ശക്തന്മാർ ഉപദ്രവിക്കുന്നു. വേദവിരുദ്ധാചാരങ്ങളിൽ താല്പര്യം കാണപ്പെടുന്നു. ഭാര്യാസ്വീകാരം ചെയ്തിരിക്കുന്നവർ വിഷയവിരക്തന്മാരെന്ന പോലെ ഗൃഹധർമ്മ വിമുഖന്മാരായിരിക്കുന്നു. ഭവനങ്ങളിൽ അധികാരം സ്ത്രീകൾക്കായിരിക്കുന്നു. കോമാളികൾ മറ്റുള്ളവർക്ക് ബുദ്ധി ഉപദേശിക്കുവാൻ പുറപ്പെടുന്നു. ധനാശ നിമിത്തം കന്യകകളെ മാതാപിതാക്കന്മാർ ആർക്കാനും വിൽക്കുന്നു. ഭാര്യാഭർത്താക്കന്മാർക്ക് തമ്മിൽ എപ്പോഴും കലഹം തന്നെ.
ആശ്രമധർമ്മങ്ങളെയും പുണ്യസ്ഥലങ്ങളെയും പുണ്യ തടാകങ്ങളെയും ദുഷ്ടന്മാർ വിരോധിക്കുന്നു. ദുഷ്ടന്മാർ അനേകം ക്ഷേത്രങ്ങളെ നശിപ്പിച്ചിരിക്കുന്നു. യോഗിയോ സിദ്ധനോ ജ്ഞാനിയോ സൽപ്രവൃത്തി നിരതനോ ആളെ കാണുന്നില്ല. ഉപരിശ്രേയസ്സിനെ സമ്പാദിപ്പാൻ ഉപകരിക്കുന്ന സദാചാരരൂപമായ സാധനം കലിയാകുന്ന കാട്ടുതീയിൽ വെന്തുഭസ്മമായിരിക്കുന്നു. ദേശങ്ങൾ തോറും അന്നവിക്രയം കാണപ്പെടുന്നു. ബ്രാഹ്മണർ വേദങ്ങളെ വിൽക്കുന്നു. അധികാര നിരൂപണം ചെയ്യാതെ വേദോക്ത കർമ്മങ്ങളെ വിലക്കി വിൽക്കുന്നുവെന്ന് സാരം. സ്ത്രീകൾ ധനാശ നിമിത്തം വ്യഭിചരിക്കുന്നു. ഇപ്രകാരമുള്ള ദോഷങ്ങൾ ഈ ലോകത്തിൽ കലികാലത്ത് കാണപ്പെടുന്നു. ഏവം പശ്യൻ കലർദോഷാൻ പരിടന്നവനീമഹം യാമുനം ധർമാവന്നോ യത്രയില്ല ഹരേരഭുല്ലെ. ഇപ്രകാരം കലിദോഷങ്ങളെ നോക്കിക്കൊണ്ട് ഭൂമിയിൽ പലദിക്കിലും സഞ്ചരിക്കാൻ ശ്രീകൃഷ്ണലീലകൾ നടന്നിരുന്നതായ യമുനാ നദിയുടെ തീരത്തിലെത്തി. തത്രാശ്ചര്യം മയാ ദൃഷ്ടം ശ്രീയതാം തന്മുനീശ്വരാം ഏകാതുതരിണീ തത്ര നിഷണ്ണാ ഖിന്നമാനസാം ദോ വൃദ്ധോ പതിതോ സ്പർശേ നിശ്വസന്താവചേതനോ ശുശ്രൂഷന്തി പ്രബോധന്തി രുദന്തി ചതയോ പുരാം ദശദിക്ഷു നിരീക്ഷന്തി രക്ഷിതാരം നിജമവോ വിദ്യമാനാശസ്ത്രീഭിർബോധ്യമാനാ മുഹുർമുഹോ ദൃഷ്ട്വാ ദൂരാൽഗതസോഹം കൗതുകേന തദന്തികം മാം ദൃഷ്ട്വാ ചോദിതാ ബാല വിഹ്വലാജാം. ഞാനവിടെ ആശ്ചര്യമായ സംഭവം കണ്ടു. ഹേ മുനീശ്വരന്മാരെ, നിങ്ങളിത് കേൾക്കുവിൻ. അവിടെ ഒരു സ്ത്രീ ഇരിക്കുന്നു. അവളുടെ മനസ്സിൽ സന്താപം അധികമുണ്ടെന്നറിയാം. അവളുടെ ഇടത്തും വലത്തുമായിട്ട് 2 വൃദ്ധന്മാർ വീണ് കിടക്കുന്നു. ശ്വാസം മാത്രമുണ്ട്. ചൈതന്യം, ശക്തി തീരല്ല. ആ തരുണി അവരുടെ മുമ്പിലിരുന്ന് ശുശ്രൂഷിക്കുകയും ബോധം വരുത്താൻ പരിശ്രമിക്കുകയും ആ ശ്രമം ഫലിക്കാത്തതുകൊണ്ട് കരയുകയും ചെയ്യുന്നു. അവളുടെ ശരീരത്തെ രക്ഷിപ്പാൻ ഇനിമേലിൽ ആരാണുള്ളതെന്ന ഭാവത്തോടുകൂടെ 8 ദിക്കുകളിലും മേൽപോട്ടും കീഴ്പോട്ടും നോക്കുന്നു. ആരെയും കാണാതെ ദുഃഖിച്ച മോഹാലസ്യപ്പെട്ട് വീണിരിക്കുന്ന അവളെ അനേകം സ്ത്രീകൾ വീശിക്കൊണ്ട് ബോധക്ഷയം തീർപ്പാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം ദൂരെ നിന്ന് നോക്കിക്കണ്ട ഞാൻ എന്താണെന്നറിവാനുള്ള കൗതുകത്തോടുകൂടെ അവളുടെ അരികത്തു ചെന്നു. എന്നെ കണ്ട ഉടനെ ബാലയായ അവൾ എഴുന്നേറ്റ് പാരവശ്യത്തോടുകൂടെ ഇങ്ങനെ പറഞ്ഞു. ബാലവാചാം ഭോ ഭോ സാധോഷണം ദിഷ്ടാം ചിന്താം വിനാശയാ ദർശനന്തവലോകസ്യ സർവധാഘരംബരം. ബാലയായ അവൾ പറഞ്ഞു, സാധോ, അല്പസമയം ഇവിടെ നിൽക്കണമേ. എൻ്റെ ദുഃഖത്തെയും അങ്ങ് നശിപ്പിക്കണം. അങ്ങയുടെ ദർശനം ലോകത്തിലുള്ളവരുടെ സകലവിധ പാപങ്ങളെയും നശിപ്പിക്കുന്ന ഒന്നാണല്ലോ. ബഹുധാ തവ വാക്യേന ദുഃഖശാന്തിർഭവിഷ്യതി യഥാ ഭാഗ്യം ഭവൽ ഭൂരി ഭവതോ ദർശനം ദദാ. ബഹുപ്രകാരത്തിലുള്ള ദുഃഖവും അങ്ങയുടെ വാക്യം കേൾക്കുന്നത് കൊണ്ട് തന്നെ നശിക്കും. അതിഭാഗ്യം എപ്പോൾ അനുഭവത്തിൽ വരുന്നുവോ അപ്പോൾ മാത്രമേ അങ്ങയുടെ ദർശനം ഒരുവന് ലഭിക്കുകയുള്ളൂ. നാരദവാചാം കാസിത്വം കാവിമോ ക്ഷേമാര്യാക്കാ പത്മലോചന വധദേവി സവിസ്താരം സ്വസ്യ ദുഃഖസ്യ കാരണം. നാരദർ പറഞ്ഞു, ഹേ ദേവി, നീ ആരാകുന്നു? ഈ 2 പേർ ആരാണ്? അതിസുന്ദരികളായ ഈ കമലാക്ഷികൾ ആർ? ഹേ ദേവി, അങ്ങയുടെ ദുഃഖകാരണം വിസ്തരിച്ചു പറയുക. ബാലവാചാം അഹം ഭക്തിരിഖ്യാത ഇമോത് മേ തനയോ മതോ അയിനവൈര്യഗ്നാമാനോ കാലയോഗേന ജർജരോ ശങ്കാദ്യാസരിസ്യമാമിൽ സേവാർത്ഥം സമാഗതാം തഥാവിന മമ ശ്രേയാ സേവിതായാ സുരൈരവി. ബാല പറഞ്ഞു, ഭക്തി എന്ന് കീർത്തിപ്പെട്ടവളാകുന്നു ഞാൻ. ഈ 2 പേർ എൻ്റെ പ്രിയപ്പെട്ട 2 പുത്രന്മാരാണ്. ജ്ഞാനമെന്നും വൈരാഗ്യമെന്നും ഇവരുടെ നാമധേയങ്ങൾ. കാലവിശേഷത്താൽ ഇവരുടെ ദേഹം ജീർണിച്ചിരിക്കുന്നു. ഈ സ്ത്രീകൾ എന്നെ സേവിപ്പാനായി വന്നിരിക്കുന്ന ഗംഗാദികളായ പുണ്യനദികളാകുന്നു. ദേവന്മാരാൽ കൂടെ സേവിക്കപ്പെടുന്നവളാണെങ്കിലും എനിക്ക് ശ്രേയസ്സില്ല. ഇതാനീം മദ്വാർത്താം സച്ചിന്തസ്ത്വം സപ്തബോധന വാർത്താമേ വിതതാപ്യസ്തി താം സുത്വാ സുഖമാഭാം. ഹേ താപസോത്തമ, വിചാരശീലനായ നിന്തിരുവടി എൻ്റെ വൃത്താന്തം കേൾക്കണം. എൻ്റെ ചരിത്രം കുറേയധികം പറയാനുണ്ട്. അതെല്ലാം കേട്ട ശേഷം അങ്ങെനിക്ക് സുഖമുണ്ടാക്കി തരണം. ഉൽപ്പന്നാദൃഢാചാഹം വൃദ്ധിം കർണാടകേ ഗതാം ക്വചിൻ മഹാരാഷ്ട്രേ ഗുർജരേ ജീർണതാം ഗതാം തത്ര ഘോരകലേര്യോഗ്യാൽ ഭാഖണ്ഡേ ഖണ്ഡിതാംഗകാം ദുർബലാഹം ജിലം യാതാ പുത്രാഭ്യാം സമന്തതാം വൃന്ദാവനം പുനഃപ്രാപ്യ നവീനേവ സ്വരൂപിണീം ജാതാഹം യുവതി സമ്യക് പ്രേഷ്ഠരൂപാതു സമ്പ്രദം വിമോദുശ്ചൈതാവ്രതേ സുതോമേ ക്ലിശിതശ്രമാൽ ഇതം സ്ഥാനം പരിത്യജ്യ വിദേശം ഗമ്യതേ മയാം ജരഢത്വം സമായാതോ ഹിതേന ദുഃഖേന ദുഃഖിതാ സാഹം ദുതരണീ കസ്മാൽ ദുസുതോ വൃഥാ വിമോകുതാ ത്രയാണാം
ത്രയാണാം സഹചാരിത്വാൽ വൈപരീത്യം കുതസ്ഥിതം കടതേ ചരടാമാതാ തൃണോ തയാവിധീം അതശോചാമി ചാത്മാനം വിസ്മയാവിഷ്ടമാനസ വദയോഗനിധേ ധീമൻ കാരണം ജാതൃകിം ഭവിൽ. ഞാൻ ദ്രവിഡ രാജ്യത്തിൽ ജനിച്ചു, കർണാടക രാജ്യത്തിൽ വളർന്നു, മഹാരാഷ്ട്രത്തിൽ ചിലയിടങ്ങളിലെല്ലാം പുഷ്ടി എനിക്കുണ്ടായി, ഗുർജര രാജ്യത്തിൽ ജീർണയായി, അവിടെ ഭയങ്കരനായ കലി ബാധിച്ചതിനാൽ വേദത്തിൽ വിശ്വാസമില്ലാത്തവരായ പാഖണ്ഡന്മാർ എൻ്റെ അവയവങ്ങളെ മുറിപ്പെടുത്തി. ദുർബലയായ ഞാനും എൻ്റെ 2 പുത്രന്മാരും അധികകാലം അശക്തന്മാരായിരുന്നു. പിന്നെ വൃന്ദാവനത്തിൽ ഞാൻ പ്രവേശിച്ചു. അപ്പോൾ പുതിയ ദേഹം ലഭിച്ചതുപോലെ അവയവങ്ങൾക്ക് സൗന്ദര്യമുണ്ടായി. ഞാൻ നല്ലൊരു യുവതിയായിത്തീർന്നു. ഇപ്പോൾ എൻ്റെ സ്വരൂപം ഏറ്റവും കമനീയമായിരിക്കുന്നു. എന്നാൽ എൻ്റെ ഈ 2 പുത്രന്മാർ ക്ലേശനിമിത്തം ഇവിടെ വീണു കിടക്കുന്നു. ഈ സ്ഥാനം വിട്ട് മറ്റൊരു സ്ഥാനത്തിലേക്ക് പോകണമെന്നാണ് എൻ്റെ വിചാരം. അപ്പോഴേക്ക് എൻ്റെ പുത്രന്മാർ അശക്തന്മാരായിട്ടും തീർന്നു. അതുകൊണ്ട് ഞാൻ ദുഃഖിക്കുന്നു. ഞാനാകട്ടെ യൗവനയുക്ത, എൻ്റെ പുത്രന്മാരോ വൃദ്ധന്മാർ. ഇങ്ങനെ വരുവാനെന്ത് കാരണം? വാസ്തവത്തിൽ ഞങ്ങൾ 3 പേരും ഭിന്ന ശരീരന്മാരല്ല, ഒരേ സ്വരൂപം തന്നെ. 3 വേഷത്തിലിരിക്കുന്നുവെന്നേയുള്ളൂ. അമ്മ വൃദ്ധയും മക്കൾ യുവാക്കന്മാരുമാണെന്ന് വന്നാൽ യുക്തിഭംഗമില്ല. നേരെ മറിച്ച് കാണപ്പെടുന്നതിന് കാരണമെന്തെന്നുള്ള ആശ്ചര്യം എൻ്റെ മനസ്സിൽ കടന്നുകൂടിയിരിക്കുന്നതിനാൽ ഞാൻ എന്നെക്കുറിച്ച് തന്നെ ക്ലേശിക്കുന്നു. യോഗനിധിയും അതിബുദ്ധിമാനുമായ നിന്തിരുവടി ഇതിനുള്ള കാരണം പറയണം. നാരദ ഉവാചാം ജ്ഞാനേനാത്മനി പശ്യാമി സർവമേതത്തവാനഘേ വിഷാദസ്ത്വയാ കാര്യോ ഹരിശം തേ കരിഷ്യതീം. കാരുണ്യത്താൽ തൻ്റെ സാധുഭാവത്തെ പ്രകാശിപ്പിച്ചും കൊണ്ട് നാരദൻ പറയുന്നു, ഹേ പരിശുദ്ധേ, നിന്റെ ദുർബലത്വം, ജഡത്വം, വൈപരീത്യം എന്നിവയാലുള്ള ദുഃഖത്തെയെല്ലാം എൻ്റെ ജ്ഞാനത്താൽ ഞാൻ അറിയുന്നു. നീ ക്ലേശിക്കേണ്ട. സർവ്വ ദുഃഖങ്ങളെയും സംവഹിക്കുന്നത് കൊണ്ട് ലഭിച്ചിരിക്കുന്ന ഹരി എന്നുള്ള പേരിനെ അർത്ഥവത്താക്കുവാൻ സർവഥാ സമർത്ഥനായിരിക്കുന്ന ശ്രീ വിഷ്ണു ഭഗവാൻ നിനക്ക് സൗഖ്യത്തെ ജനിപ്പിക്കും. സൂത ഉവാചാം ക്ഷണമാത്രേണ തജ്ഞാതാ വ്യാഖ്യമോ ജയമുനീശ്വര. സൂതൻ പറഞ്ഞു ക്ഷണമാത്രത്താൽ ദുഃഖകാരണമറിഞ്ഞ മുനീശ്വരൻ പറഞ്ഞു. നാരദ ഉവാചാം ശൃണുഷ്യാവഹിതോ ബാലേ യുഗോയം ദാരുണകലീം തേന ലുപ്ത സദാചാരോ യോഗമാഗ്രസ്തവാംസിജ ജനാ അദ്യാസുരായന്തേ സാക്ഷ്യദുഷ്കർമ്മകാരിണാം ഇഹ സന്തോഷീദന്തി പ്രഹൃഷ്യന്തി സഹ്യസാധവാം തത്തേ ധൈര്യം ദയോ ധീമാൻ സധീര പണ്ഡിതോധവാ. നാരദർ പറഞ്ഞു, ഹേ ബാലേ, മനസ്സിരുത്തി കേൾക്കുക. ഈ യുഗം മഹാഭയം ജനിപ്പിക്കുന്ന കലിയാകുന്നു. ആ കലിയുടെ പ്രഭാവം നിമിത്തം സദാചാരവും യോഗമാർഗവും തപസ്സുകളും നശിച്ചുപോയി. ജനങ്ങൾ ഇക്കാലത്തിൽ വഞ്ചനകളും ദോഷകർമ്മങ്ങളും ചെയ്യുന്നവരായിരിക്കാൽ അസുരന്മാരോട് തുല്യന്മാരാകുന്നു. സജ്ജനങ്ങൾ ദുഃഖിക്കുകയും ദുർജനങ്ങൾ സന്തോഷിക്കുകയും ചെയ്യുന്ന കാലമാണിത്. യാതൊരു ബുദ്ധിമാൻ വിചാരശക്തിയാൽ ധൈര്യത്തെ അവലംബിച്ചിരിക്കുന്നുവോ അവനെ മാത്രം ധീരനെന്നോ പണ്ഡിതനെന്നോ പറയാം. അസ്പൃശ്യാനവലോക്യേയം ശേഷഭാരകരീധര വർഷേ വർഷേ ക്രമാജാതാമംഗളം നാദൃശ്യതേ. ഈ ഭൂമി പ്രതിവർഷം ക്രമത്തിൽ തൊടുവാനും കാണുവാനും കൊള്ളരുതാത്ത വിധത്തിൽ ദുഷിച്ചു വരുന്നതിനാൽ ആദിശേഷന്റെ ശിരസിൽ ഭാരഭൂതയായിട്ടിരിക്കുന്നു. ഏതൊരു ദിക്കിലും മംഗളം കാണപ്പെടുന്നില്ല. ജ്ഞത്വാംബിസുതൈ സാകം ഗോപിവശ്യതി സാമ്പ്രതം ഉപേക്ഷിതാനുരാഗാന്ധേർജർജരത്വേന സംസ്ഥിതാം. ഇപ്പോൾ ഭക്തിയായ നിന്നെയും ഉത്തരന്മാരായ ജ്ഞാനവൈരാഗ്യങ്ങളെയും ആരും തിരിഞ്ഞുകൂടെ നോക്കുന്നില്ല. വിഷയസുഖാശ നിമിത്തം വിവേകഹീനന്മാരായ ആളുകൾ നിന്നെ ഉപേക്ഷിച്ചതുകൊണ്ട് നീ വൃദ്ധയായവൾ എന്ന പോലെ ഇരിക്കുന്നു. സൂതാഭ്യാം നാഗം എന്ന് വേണ്ടതിന് പകരം സൂതൈ എന്ന ബഹുവചന പ്രയോഗം ഛന്ദസ്സിനെ അനുസരിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ധരിക്കണം. 2 പുത്രന്മാരെന്ന മുകളിൽ പറഞ്ഞിരിക്കെ ഇവിടെ പുത്രന്മാരെന്ന ബഹുവചന പ്രയോഗത്തിന് കാരണമില്ലാത്തതുകൊണ്ട് ഛന്ദോഭംഗഭയത്താൽ ബഹുവചനം ഉപയോഗിച്ചതാകുന്നു. അഭിമാഷം മഷം കുരിയാൽ ഛന്ദോഭംഗാം ഗിരം ജിജേൽ. മാഷം എന്ന വാക്കിന് പകരം മഷം എന്നുപയോഗിച്ചാൽ കൂടെ വിരോധമില്ല. ഛന്ദോഭംഗം വരാവുന്ന വാക്കുകളെ ഉപയോഗിക്കാതിരിക്കണം എന്നാണ് സാഹിത്യകാരന്മാരുടെ അഭിപ്രായം. വൃന്ദാവനസ്യ സംയോഗാൽ പുനസ്ത്വം തരുണീനവാ ധന്യം വൃന്ദാവനം തേനാ ഭക്തിർനിത്യത്ര. വൃന്ദാവന സംഭവാസ നിമിത്തം നിനക്ക് 2ാമതും പുതിയ യൗവനം ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് വൃന്ദാവനം എത്രയും ശ്രേഷ്ഠസ്ഥാനമാകുന്നു. അവിടെ ഭക്തി നർത്തനം ചെയ്യുന്നു. സ്വർഗപദാൽ ഗുരു സത്യം സത്യാദപി ഗുരുതരം സ്വർഗപദാൽ ഗുരു സത്യം സത്യാദപി ഗുരുതരം വൈകുണ്ഠം വൈകുണ്ഠാദപി ഗുരുതരം അവനോ ധന്യം വൃന്ദാവനം മന്യേ.
സ്വർഗസ്ഥാനത്തേക്കാൾ സത്യലോകം ശ്രേഷ്ഠം, സത്യലോകത്തേക്കാൾ വൈകുണ്ഠം ശ്രേഷ്ഠം, വൈകുണ്ഠത്തേക്കാൾ ഭൂമിയിലുള്ള വൃന്ദാവനം ശ്രേഷ്ഠമെന്ന് ഞാൻ വിചാരിക്കുന്നുവെന്ന പദ്യം വൃന്ദാവനത്തിൻ്റെ സർവോത്കൃഷ്ടതയെ പ്രകാശിപ്പിക്കുന്നു. ഏതൊരു ദിക്കിൽ ഭക്തി ലീല ചെയ്യുന്നുവോ ആ സ്ഥാനം ശ്രേഷ്ഠമെന്ന് സാരം. അത്രേമോ ഗ്രഹാഭാവാന ജരാമപുഞ്ചത കിഞ്ചിതാത്മസുഖേനേഹ സുപ്തിർമന്യതേധനോ മന്യ അത്രേമോ ഗ്രാഹഭാവാന്നാജരാമിമുഞ്ചത കിഞ്ചിതാത്മസുഖേനേഹ പസുപ്തിർമന്യതേനയോ. ഈ വൃന്ദാവനത്തിലും ഭവതിയുടെ പുത്രന്മാരായ ജ്ഞാനവൈരാഗ്യങ്ങളെ ആഗ്രഹിക്കുന്നവരില്ലാത്തതുകൊണ്ട് ഇവരുടെ ജര നശിച്ചിട്ടില്ല. എന്നാൽ അവിടെ എത്തിയപ്പോൾ ഇവർ രണ്ടുപേർക്കും അല്പമാത്രം ആത്മസുഖം ലഭിച്ചതിനാൽ സുഖനിദ്ര ഉണ്ടായിരിക്കുന്നു. ശ്രീഭക്തിർവാചാം കഥം പരീക്ഷിതാരാജ്ഞാ സ്ഥാപിതോ ഹ്യശുചികലീം പ്രവൃത്തേതു കലോ സർവസാരകുത്രഗതോ മഹാൻ. ശ്രീഭക്തി പറഞ്ഞു, തൻ്റെ ദുഃഖത്തിന് കാരണം കലിപ്രവേശമാണെന്ന് അറിഞ്ഞപ്പോൾ ശ്രീഭക്തി നാരദരോട് ചോദിക്കുന്നു, ഹേ മുനെ, പാപപ്രവൃത്തികളിൽ ജനങ്ങൾക്ക് താല്പര്യത്തെ ജനിപ്പിക്കുന്നതുകൊണ്ട് പാപനിരതനായ കലി ഹനിക്കപ്പെടുവാൻ യോഗ്യനായിരിക്കെ പരീക്ഷിത്തു രാജാവ് ആ വിധം ചെയ്യാതെ അതിനെ രക്ഷിപ്പാൻ എന്തു കാരണം? ഒന്നാമത്തെ ചോദ്യം. കലി ലോകത്തിൽ പ്രവേശിച്ചപ്പോൾ സർവവസ്തുക്കളുടെയും സാരം ഇവിടെ പോയി സാരത്തിനാധാരമായ മഹദ്വസ്തുക്കളെ കാണാത്തതുകൊണ്ട് സാരത്തിനിരിപ്പിടം എവിടെ? രണ്ടാമത്തെ ചോദ്യം. കരുണാപരേണ ഹരിണാപ്യധർമ്മ കഥമീക്ഷതേ ഇമം മേ സംശയം ചിന്തി തദ്വാചാ സുഖിതസ്മയം. എന്നു മാത്രമല്ല, ദയാപരനായ ശ്രീഹരിയും കൂടെ അധർമ്മതൽപരനായിരിക്കുന്ന ഈ കലിയെ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെ? ഹേ മുനെ, എൻ്റെ ഈ സംശയത്തെ അങ്ങ് തീർത്തു തരണം. അങ്ങയുടെ വാക്കു കേൾക്കുന്നതുകൊണ്ട് ഞാൻ സുഖമനുഭവിക്കുന്നു. നാരദ ഉവാചാം യതി പൃഷ്ടസ്ത്വയാ ബാലേ പ്രേമതശ്രവണം ഗുരു സർവം വക്ഷ്യാം ദേ ഭദ്ര കശമലം ദേ ഗമിഷ്യതി. നാരദർ പറഞ്ഞു, ഹേ ബാലേ, നിന്നാൽ പ്രേമപൂർവം ചോദിക്കപ്പെട്ടതിനാൽ നിന്നോട് സർവ്വസംഗതികളും പറയാം. ശ്രദ്ധയാ കേൾക്കുക. ഹേ ഭദ്രേ, നിന്റെ മനോമൗഢ്യം ഇതു കേൾക്കുന്നത് കൊണ്ട് തന്നെ തീരും. യഥാ മുകുന്ദോ ഭഗവാൻ ക്ഷ്മാം ത്യക്ത്വാ സുബതംഗത തദ്ദിനാൽ കലിരായാത സർവസാധന ബാധകാം. സർവേശ്വര്യ പരിപൂർണനായ ഭഗവാൻ ശ്രീ മുകുന്ദൻ ശ്രീകൃഷ്ണമൂർത്തി തൻ്റെ അവതാര വിഗ്രഹത്തെ ഭൂമിയിൽ നിന്ന് പിൻവലിച്ചിട്ട് സ്വസ്ഥാനത്തെ ഏതു ദിവസവും പ്രാപിച്ചുവോ അന്നു മുതൽക്കർ ശ്രേയസ്സാധനങ്ങളെയെല്ലാം നശിപ്പിക്കുന്ന ദുസ്വഭാവത്തോടു കൂടിയ കലി ഈ ലോകത്തിൽ പ്രവേശിച്ചു. ദുഷ്ടോ ദിഗ്വിജയ രാജ്ഞാദീനവച്ഛനംഗത നമയാമാരണീയോയം സാരംഗവസാരഭഗ്. പരീക്ഷിത് മഹാരാജാവ് ദിഗ്വിജയത്തിനായി സഞ്ചരിക്കുന്ന സമയം കലിയുടെ സ്വരൂപത്തെ കണ്ട് മനസ്സിലാക്കി സംഹരിപ്പാനൊരുങ്ങിയ ഉടനെ കലി ദീനഭാവത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് രാജാവിനെ ശരണം പ്രാപിച്ചു. ശരണാഗതനെ സംഹരിക്കുന്നത് ധർമ്മമല്ലെന്ന് മാത്രമല്ല, പുഷ്പങ്ങളിൽ നിന്നു സാരം മാത്രം സ്വീകരിക്കുന്ന വണ്ടെന്ന പോലെ സാരാംശം സ്വീകരിക്കുന്നതായ ഗുണമുള്ള രാജാവ് ആ ഗുണം കലിക്കുമുണ്ടെന്നു കണ്ടപ്പോൾ സംഹരിക്കാതെ വിട്ടുകളഞ്ഞു. യൽഫലം നാസ്തി തപസാ ന യോഗേന സമാധിനാം തൽഫലം ലഭതേ സമ്യക് കലോ കേശവകീർത്തനാൽ. സംഹരിക്കാതെ വിടുവാൻ തക്കവിധം കലിയിൽ കണ്ടതായ ഗുണാംശത്തെ കാണിക്കുന്നു. തപസ്, യോഗം, സമാധി എന്നിവ കൊണ്ട് ലഭിക്കാത്തതായ പരമഫലം കലിയിൽ ശ്രീ ഹരിനാമ സങ്കീർത്തനം കൊണ്ട് ജനങ്ങൾക്കും ലഭിക്കും. തപസ് മുതലായത് സാധിപ്പാൻ അതിക്ലേശം അനുഭവിക്കണം. നാമസങ്കീർത്തനമോ സുകരം. എളുപ്പവഴിയിൽ കൂടെ ഉത്കൃഷ്ട പുരുഷാർത്ഥത്തെ കലിയിൽ സാധിക്കാമെന്നാണ് രാജാവ് കണ്ടതായ ഗുണവിശേഷം. ഏകാകാരം കലിം ദൃഷ്ട്വാ സാരവത്സാരനീരസം വിഷ്ണുരാത സ്ഥാപിതവാൻ കലിജാനാം സുഖായ ച. അതികഷ്ടം കൂടാതെ പരമഫലത്തെ പ്രദാനം ചെയ്യുക എന്ന ഏകഗുണം കലിക്കുള്ളതുകൊണ്ട് സാരമേറിയ മറ്റു വസ്തുക്കളെയെല്ലാം കലിയെ അപേക്ഷിച്ച് സാരം കുറഞ്ഞവ തന്നെയെന്ന് സാരഗ്രാഹികളിൽ വെച്ച് ശ്രേഷ്ഠനായ പരീക്ഷിത് മഹാരാജാവ് അറിഞ്ഞു. കലിയുഗത്തിൽ ജനിക്കുന്നവരുടെ ഗുണത്തെ ലക്ഷ്യമാക്കിയിട്ട് രാജാവ് കലിയെ സംഹരിക്കാതെ നിലയ്ക്ക് നിർത്തി. കുകർമാചരണാൽ സാര സർവതോ നിർഗതോധുന പദാർത്ഥ സംസിതാ ഭൂമോ ബീജഹാനിസ്തുഷായഥാം. കുൽസിതകർമ്മങ്ങളുടെ അനുഷ്ഠാന നിമിത്തം സർവത്തിൽ നിന്നും സാരാംശം പോയിരിക്കുന്നു. സാരാംശം ബോധിപ്പിക്കുന്നതായ കഥാദികളെല്ലാം ഇപ്പോൾ സാരാംശമായ മണികളല്ലാതെ ഇരിക്കുന്ന ഉമികളെന്ന പോലെ നിസ്സാരങ്ങളായി തീർന്നിരിക്കുന്നു. വിപ്രൈർ ഭാഗവതി വാർത്ത ഗേഹേ ഗേഹേ ജനേ ജനേ കാരിതാ കണലോഭേന കഥാസാരസ്തോഗതാം. കുൽസിത കർമാചരണത്താൽ സർവപ്രവൃത്തികളും സാരഭീനങ്ങളായിരിക്കുന്നുവെന്ന് മുകളിൽ പറഞ്ഞതിനെ 7 ശ്ലോകം കൊണ്ട് സ്പഷ്ടമാക്കുന്നു. ബ്രാഹ്മണർ അല്പലാഭത്തെ ആഗ്രഹിച്ചുകൊണ്ട്
വീടുകൾ തോറും പ്രവേശിച്ച് ഓരോരുത്തർക്കും ഭാഗവതം കേൾപ്പിക്കുന്നു. കേൾക്കണമെന്ന ആഗ്രഹത്താൽ കേൾക്കുകയല്ല, ബ്രാഹ്മണരുടെ നിർബന്ധത്താൽ കേൾക്കുകയാകുന്നു. കേൾപ്പിക്കണമെന്ന താല്പര്യത്താൽ കേൾപ്പിക്കുകയുമല്ല, അല്പം മാത്രം ധനം കിട്ടണമെന്നുള്ള മോഹത്താൽ കേൾപ്പിക്കുകയാകുന്നു. അതുകൊണ്ട് കേൾക്കുന്നവർക്കും കേൾപ്പിക്കുന്നവർക്കും ഭഗവത് കഥാശ്രവണ കീർത്തന ഫലം ലഭിക്കുന്നില്ല. അതിനാൽ കഥാസാരം നിഷ്ഫലമായി. അത്യുഗ്രഭൂരികർമാണോ നാസ്തികാരൗരോചന തേപി തിഷ്ടന്തി തീർത്ഥേഷു തീർത്ഥസാരസ്തോഗതാം. രൗരവമെന്നു പേരായ നരകത്തിൽ നിന്ന് ഭൂലോകത്തിൽ ആഗമിച്ചിരിക്കുന്നവരും അത്യുഗ്രങ്ങളായ അനേകം കർമ്മങ്ങളെ നടത്തുന്നവരുമായ നാസ്തികന്മാർ തീർത്ഥങ്ങളിൽ വസിക്കുന്നതുകൊണ്ട് തീർത്ഥങ്ങളുടെ ശക്തിയും നശിച്ചിരിക്കുന്നു. കാമക്രോധ മഹാലോഭതൃഷ്ണ വ്യാകുലചേതസ തേപി തിഷ്ടന്തി തപസാരസ്തോഗതാം. കാമം, ക്രോധം, അധികരിച്ച ലോഭം, അത്യാഗ്രഹം എന്നീ വൃത്തികൾ നിറഞ്ഞിരിക്കുന്ന മനസ്സോടുകൂടിയവരും തപസ്സു ചെയ്യുന്നതുകൊണ്ട് തപശക്തിയും നശിച്ചു. മനസ്സാജയാൽ ലോഭാദംഭാൽ പാഖണ്ഡ സംശയാൽ ശാസ്ത്രാനഭ്യസനാച്ചൈവ ധ്യാനയോഗഫലം ഗതം. മനസ്സിനെ അടക്കുവാൻ കഴിയാത്തതുകൊണ്ടും ലോഭം, ദംഭം, മതദ്വേഷികളുടെ സമാശ്രയം, ശാസ്ത്രാഭ്യാസമില്ലായ്മ എന്നീ ദോഷങ്ങൾ കൊണ്ടും ധ്യാനയോഗത്തിൻ്റെ ഫലവുമില്ലാതെയായി. പണ്ഡിതാസ്തുകളത്രേണാരമന്ദേ മഹിഷായിവാം പുത്രസ്യോൽപാദനേ അദക്ഷാമുക്തി സാധനേ. പണ്ഡിതന്മാരാകട്ടെ പോത്തുകൾ എന്ന പോലെ വിധിനിഷേധകാലങ്ങളെ ഗണിക്കാതെ ഭാര്യാസംയോഗം കൊണ്ട് രമിക്കുന്നു. അവർക്ക് പുത്രോൽപാദനത്തിൽ മാത്രമേ സാമർഥ്യമുള്ളൂ, മുക്തിയെ സമ്പാദിക്കുന്നതിൽ അസമർത്ഥന്മാരായിരിക്കുന്നു. നഹി വൈഷ്ണവതാകുത്രാ സമ്പ്രദായ പുരസ്സര എവം പ്ലതാം പ്രാപ്തോസ്തുധാര സ്ഥലേ സ്ഥലേ. സമ്പ്രദായത്തെ അനുസരിച്ചിട്ടുള്ള വൈഷ്ണവധർമ്മം യാതൊരു ദിക്കിലും കാണുന്നില്ല. ഇപ്രകാരം എല്ലാ സ്ഥലത്തിലും വസ്തുധാരം നശിച്ചിരിക്കുന്നു. അയം ദുയുഗധർമ്മോ ഹി വർത്തതേ കസ്യ ദൂഷണം അതസ്തു പുണ്ടരീകാക്ഷ സഹതേ നികടേ സ്ഥിതാം. ഈ വിധം കാണപ്പെടുന്നത് യുഗധർമ്മമാകുന്നു. ദോഷം ആർക്കിരിക്കുന്നു? ആർക്കുമില്ല. എന്തുകൊണ്ടെന്നാൽ കാലസ്വഭാവമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരിലും വസിക്കുന്ന ശ്രീഹരി ആ ദോഷങ്ങളെ സഹിക്കുന്നു. സൂത ഉവാച ഇതി തദ്വചനം ശ്രുത്വാ വിസ്മയം പരമം ഗത. ഇതി തദ്വചനം ശ്രുത്വാ വിസ്മയം പരമം ഗതാം. ഭക്തിരൂചേ വചോ ഭൂയാശ്രുതാം തച്ച ശൗനകേ. ശൗനകാം സൂതം പറഞ്ഞു, ഇപ്രകാരം നാരദർ പറഞ്ഞ വചനം കേട്ടിട്ട് പരമവിസ്മതയായ ഭക്തി പിന്നെയും പറഞ്ഞതിനെ ഹേ ശൗനക കേൾക്കുക. ശ്രീഭക്തിർവാചാം സുരക്ഷേത്വം ജധന്യോസി മൽഭാഗ്യേന സമാഗതാം സാധൂനാം ദർശനം ലോകേ സർവസിദ്ധികരം പരം. ശ്രീ ഭക്തി പറഞ്ഞു, ഹേ ദേവർഷേ, അങ്ങ് ധന്യനാകുന്നു. എൻ്റെ ഭാഗ്യത്താൽ അങ്ങ് ഇവിടെ വന്നു ചേരുവാനിടയായി. ലോകത്തിൽ സാധുക്കളുടെ സന്ദർശനം തന്നെ സർവസിദ്ധിയെ നൽകുന്നതിന് സമർത്ഥമാകുന്നു. ജയതി ജയതി മായാം യസ്യാധവസ്തേ വചനജനമേകം കേവലം ജാഗലയ്യ ധ്രുവപദമഭിയാതോ യൽ കൃപാതോ ധ്രുവയം സകലകുശലപാത്രം ബ്രഹ്മപുത്രം നദാസ്മി. കയാധുവിൻ്റെ പുത്രനായ പ്രഹ്ലാദൻ ഏതൊരു നിന്തിരുവടിയുടെ നാരായണ നാമമന്ത്രോപദേശ രൂപമായ വചനത്തെ മാത്രം നിരന്തരം നിരൂപണം ചെയ്തതിനാൽ ജഗത്തിൽ മറ്റാർക്കും ജയിപ്പാൻ കഴിയാത്തതായ മായയെ ഞാനിന്നും എൻ്റേതിനുള്ള ഭാവത്തെ ജയിച്ചുവോ, യാതൊരുവിൻ്റെ കാരുണ്യകടാക്ഷത്താൽ ഉത്താനപാദപുത്രനായ ധ്രുവൻ എന്ന രാജകുമാരൻ്റെ വൈകുണ്ഠദ്വാരമായ ധ്രുവസ്ഥാനത്തെ വ്യാപിച്ചുവോ, സകല മംഗളകർമ്മങ്ങളുടെയും അധിവാസസ്ഥാനഭൂതനായ ആ ബ്രഹ്മപുത്രനായ നിന്തിരുവടിയെ ഞാൻ നമസ്കരിക്കുന്നു. ഈ ശ്രീ പത്മപുരാണേ ഉത്തരഖണ്ഡേ ശ്രീമദ് ഭാഗവത മാഹാത്മ്യേ ഭക്തിനാരദ സംവാദോ നാമ പ്രഥമോധ്യായാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ കാത്തുരക്ഷിക്കണേ, അനുഗ്രഹിക്കണേ, പ്രസാദിക്കണേ, സന്തോഷിക്കണേ.